എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനോദ് ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെന്റർ കൊയിലാണ്ടി, കോഴിക്കോട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കർമ്മ ന്യൂസിൽ ഒരു വാർത്ത കേൾക്കാനിടയായി. നമ്മുടെ മോഹനം വൈദ്യരുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. കർമ്മ ന്യൂസിൽ പറയുന്നു, പ്രകൃതി ചികിത്സകനായ മോഹനം വൈദ്യർ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നുണ്ടാവാം. കാരണം അദ്ദേഹം ക്യാൻസർ ചികിത്സയ്ക്ക് വളരെ അനുയോജ്യമെന്ന് പറഞ്ഞ പപ്പായ ഇലയുടെ നീരിൽ നിന്ന് എടുക്കുന്ന നീര്, അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന അതിന്റെ സത്ത് കൊണ്ട് ക്യാൻസർ ചികിത്സയ്ക്ക് വളരെ നല്ലതാണെന്ന് അദ്ദേഹം പറയും. അദ്ദേഹം ചികിത്സയിൽ അത് ഉൾപ്പെടുത്തുകയും പലർക്കും കൊടുക്കുകയും വരെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഇന്ന് നമ്മുടെ സയന്റിസ്റ്റായിട്ട് വളരെ സയന്റിഫിക് റൂട്ടിൽ റിസർച്ച് ഒക്കെ നടത്തി ഇപ്പം അത് പാറ്റന്റ്, പപ്പായ നീര് ക്യാൻസർ ചികിത്സയ്ക്ക് നല്ലതാണെന്ന് പറഞ്ഞ് പാറ്റന്റ് ഒക്കെ എടുത്തിരിക്കുകയാണ്. കാരണം അത് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു എന്താണ്, ഇത് വളരെ നല്ലതാണ്. അപ്പോൾ അന്ന് ഇത് പറഞ്ഞ് മോഹന വൈദ്യരെ കളിയാക്കുകയും അദ്ദേഹത്തെ പലതരത്തിൽ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് വെച്ച് ഇന്ന് അദ്ദേഹം സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നുണ്ടാവും. കാരണം ഇപ്പോഴത് കഴിഞ്ഞ ജൂലൈ 3 അത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ സത്ത് ക്യാൻസർ ചികിത്സയ്ക്ക് വളരെ നല്ലതാണ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഞാനിവിടെ 2 കാര്യങ്ങളാണ് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇതിലൊരു തിരുത്തം എന്താന്ന് വെച്ചാല്, സത്യം ഇത് പപ്പായ നീര് കൊണ്ട് നേരത്തെ പലതും ചെയ്യുന്നുണ്ട്, പല ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഇതൊക്കെ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്നത് സയന്റിഫിക് ആയിട്ട് കണ്ടെത്തിയ ഒരു വലിയൊരു സംഭവമായിട്ട് എടുക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. കാരണം പല നമ്മുടെ പാരമ്പര്യ വൈദ്യന്മാർ ഉപയോഗിക്കുന്ന പലതും, പിന്നെ ഇപ്പൊ ഉദാഹരണം നമുക്കറിയാം മഞ്ഞളിന്റെ കാര്യം. ഇപ്പൊ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞളെ കുറുക്കുമീൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പണ്ട് കാലങ്ങളെ മഞ്ഞളിന്റെ ഔഷധ ഗുണത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത് സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും കണ്ടെത്തൽ വരുമ്പോൾ അതിന് വളരെ പ്രാധാന്യം വരും. ഓക്കെ, നല്ല കാര്യം തന്നെ, അങ്ങനെ കണ്ടെത്തുന്നത് നല്ലത് തന്നെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പ്രകൃതി ചികിത്സകനായ മോഹനം വൈദ്യർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ഒരു തിരുത്താണ്. കർമ്മ ന്യൂസ് ആണ് ആദ്യം പറഞ്ഞ് ഞാൻ കേട്ടത്. പിന്നീട് തുടർന്ന് ഫേസ്ബുക്കുകളിലും ഇത് വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരുന്നത്. അതായത് അവിടെയൊക്കെ എല്ലാത്തിലും ഫേസ്ബുക്കിൽ വന്നതിലും ഒക്കെ തന്നെ പ്രകൃതി ചികിത്സകനായ മോഹനം വൈദ്യർ എന്ന് പറയുന്നുണ്ട്. ഒരു ഭാസ്കരൻ നായരാണ് ഒരു ഫേസ്ബുക്കിൽ ഇത് ഇട്ടിരിക്കുന്നത്. അത് ഏറ്റെടുത്താണ് ആ ഭാസ്കരൻ നായർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കർമ്മ ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഒരിക്കലും മോഹന വൈദ്യര് പ്രകൃതി ചികിത്സകനല്ല. ഒന്നാമത് ആ തിരുത്തിന് വേണ്ടിയാണ് ഞാൻ കാര്യമായി എഴുതിയിരുന്നത്. അദ്ദേഹം പ്രകൃതി ചികിത്സകനല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, പ്രകൃതി ചികിത്സയിൽ എന്തില്ല? ഒരു ചികിത്സയ്ക്ക് ഒരു മരുന്നുമില്ല. എന്താണ് പ്രകൃതി ചികിത്സ എന്ന് ചോദിക്കുമ്പോൾ, സ്വയം കേടുപാടുകൾ തീർക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യന്റെ ശരീരം. ഈ സ്വയം കേടുപാടുകൾ തീർക്കാൻ കഴിവുള്ള ശരീരത്തിന്റെ ഈ വൈറ്റൽ കപ്പാസിറ്റിയെ, സെൽഫ് ക്യൂറിംഗ് കപ്പാസിറ്റിയെ പല നാച്ചുറൽ വേയിൽ ത്വരിതപ്പെടുത്തി രോഗശമനം നേടുന്നതാണ് യഥാർത്ഥത്തിൽ പ്രകൃതി ചികിത്സ എന്നത്. അവിടെ എന്തില്ല? ഒരു മരുന്നുമില്ല. പക്ഷെ ഏതെങ്കിലും ഒരു മരുന്ന് ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പ്രകൃതി ചികിത്സയല്ല എന്ന് പറയാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പ്രകൃതി ചികിത്സ ഒരിക്കലും, മോഹന വൈദ്യരെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരിക്കലും ഒരു പ്രകൃതി ചികിത്സകനാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പാരമ്പര്യ വൈദ്യനാണെന്ന് പറയുന്നുണ്ട്. കാരണം ഞാനും അദ്ദേഹവും തമ്മിൽ അദ്ദേഹം കൂടെ 1-2 വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് വയനാട്ടിലെ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് മുതൽ വയനാട് വരെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. വയനാട് ഒരു വേദിയിൽ സംസാരിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം മായത്തെക്കുറിച്ച്, ആഹാരങ്ങളിൽ മായം ചേർക്കുന്നതിനെ കുറിച്ചും, അതുപോലെ വേദിയിൽ വെച്ച് അദ്ദേഹം വെളിച്ചെണ്ണ ഉണ്ടാക്കി, വേദിയിൽ വെച്ച് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ആള് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തുണ്ടാക്കി, അദ്ദേഹം തന്നെ പറയട്ടെ, അദ്ദേഹം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കി, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പാലുണ്ടാക്കി, ഇതൊക്കെ വേദിയിൽ നിന്ന് ഉണ്ടാക്കിയ അനുഭവം എനിക്കുണ്ട്. ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പൊ അത്രയും കഴിവുള്ള ഒരാളാണ്. കാരണം ആക്ച്വലി അദ്ദേഹം മുമ്പ് ചെയ്തിരുന്നത് ബോംബെയില് കെമിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടുന്ന് റിട്ടയർഡ് ആയി വന്നു. അപ്പൊ ഈ കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, ഫാദർ കല്ലിന്റെ മൂത്രക്കല്ല്, പിത്താശയക്കല്ല് ഇതിനൊക്കെ ചികിത്സിക്കാറുണ്ട്. അത്യാവശ്യം വൈദ്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു പാരമ്പര്യ വൈദ്യൻ എന്നുള്ളതാണ് റിയാലിറ്റി. എന്തുകൊണ്ട് ഞാൻ പ്രകൃതി ചികിത്സനല്ല എന്ന് പറയാൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്, പ്രകൃതി ചികിത്സയിൽ എന്തില്ല? മരുന്നുകളില്ല. ഓക്കെ.
ഇനി മരുന്ന് തന്ന് ആരെങ്കിലും പ്രകൃതി ചികിത്സ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രകൃതി ചികിത്സയിൽ കോൺഫിഡൻസും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തില് നിരവധി പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ ഒന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താണ്. 2 ഗവൺമെന്റ് പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. പലർക്കും അറിയാത്തോണ്ടാണ് അതുകൂടി പറയുന്നത്. ഒന്ന് വർക്കലയാണ് ഗവൺമെന്റിന്റെ അണ്ടറില്, ഒന്ന് ഒറ്റപ്പാലവും ഉണ്ട്. അത് ഒരു കിഡ്നി ആയുർവേദ ഒരു പ്രകൃതി 2 ആയിട്ടാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രകൃതി ചികിത്സയിൽ എന്തില്ല? മരുന്നില്ല. ഓക്കെ. അപ്പൊ പ്രകൃതി ചികിത്സകൻ എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കുന്ന ഒരാളുണ്ടെങ്കില്, അല്ലെങ്കിൽ പച്ചമരുന്ന് കൊടുക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന് എന്തില്ല? പ്രകൃതി ചികിത്സയില് ഒരു ഫുൾ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. യാതൊരുവിധ മരുന്നുമില്ലാതെ ആഹാര ക്രമീകരണങ്ങളിലൂടെയും അതുപോലെ തന്നെ വ്യായാമങ്ങളിലൂടെയും കൗൺസിലിംഗ്, യോഗ, ഇത്തരം ഉപവാസം, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിൽ രോഗശമനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ മോഹന വൈദ്യർ നന്നായിട്ട് നല്ല കഴിവുള്ള അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ വൈദ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഓക്കെ. അദ്ദേഹം ഒരിക്കലും ആരല്ല, ഒരു പ്രതിദേശമല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നമസ്കാരം.